friends, this is Renjima here. So this is our last day in Goa. Actually നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഗോവയിൽ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറ്റിയാൽ തീർക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ ഹോട്ടലുണ്ടല്ലോ, ഞങ്ങളുടെ ഹോട്ടലിലുള്ള പൂളിൻ്റെ ഏരിയയിലേക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ വന്ന് ഇത്തിരി നേരം കാറ്റൊക്കെ കൊണ്ട് പൂളിൽ ഇറങ്ങാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി പരിപാടി എന്താണെന്ന് വെച്ചാൽ ബീച്ചിൽ പോകണം, പിന്നെ കയാക്കിങ്ങിന് പോകണം, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ബീച്ചിൽ പോവാണ്. ചോദിക്കാൻ വിട്ടുപോയി, എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ലുക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ബീച്ചിനായിട്ട് നല്ല ബ്ലെൻഡായി നിൽക്കുന്നില്ലേ. ഇത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ള പ്ലാനിലാണ്. അല്ലാതെ ഇന്നിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ റൂം മൊത്തം വെള്ളമാവും, അത് കാരണം ആ ഒരു പ്ലാനില്ല. അങ്ങനെ നമ്മൾ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ, അതായത് ബീച്ചിൽ വെറുതെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി അതൊക്കെ ചെയ്തായിരുന്നു, നമ്മൾ അതൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കയാക്കിങ്ങിന് വന്നു. കയാക്കിങ് ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു വിഷ്ണുവിൻ്റെ കൂടെ. കാരണം ഞാൻ ഓൾറെഡി എറണാകുളത്ത് നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കടമക്കുടിയിൽ. അപ്പോൾ എനിക്ക് ഇവനായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇതിൽ ചെയ്യണമെന്ന്. ഇത് നമ്മുടെ ഞാൻ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയുള്ള ഒരു കായലാണെന്ന് വിചാരിക്കുന്നു. അതിനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. രാവിലെ വൈകിട്ടാണ് ഇവിടെ ഏറ്റവും ഭംഗി. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു നൂൺ ടൈമാണ്, കാരണം നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇത് ചെയ്യാൻ പറ്റിയത്. സത്യത്തിൽ നമ്മുടെ കടമക്കുടിയിൽ ചെയ്തപ്പോഴുള്ള ഒരു അത്ര വ്യൂ ഒന്നുമില്ല കേട്ടോ, എന്നാലും രസമുണ്ട്, എനിക്കിഷ്ടമായി. വലിയൊരു സ്ട്രെയിനൊന്നും എടുത്തില്ല. കടമക്കുടി പോയിട്ട് ഞങ്ങൾ ഒത്തിരി സ്ട്രെയിൻ എടുത്തു, കാരണം അത്യാവശ്യം ദൂരം പോയി, അത് തിരിച്ചിങ്ങോട്ടും വരുന്നല്ലോ. അപ്പോൾ നല്ല സ്ട്രെയിൻ എടുത്തു. പക്ഷേ ഇത് അത്രയൊന്നും സ്ട്രെയിൻ എടുത്തില്ല. ഞങ്ങൾ കുറച്ചൊക്കെ ദൂരം പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വന്നു. അങ്ങനെ നമ്മുടെ കയാക്കിങ് എക്സ്പീരിയൻസും കൂടി ആയപ്പോൾ നമ്മുടെ ഗോവൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അതിലൊത്തിരി ഹാപ്പിയാണ്. കാരണം ഞാനും വിഷ്ണുവും കൂടിയിട്ട് എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. അതൊക്കെ ചെയ്തതിൻ്റെ നല്ല സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ കാറ് വന്നു, നമ്മളിത് തിരിക്കുകയാണ്, തിരിച്ച് ടു കേരള. ഈ ഒരു ട്രിപ്പിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ മെയിൻലി ഈ വാട്ടർ സ്പോർട്സ്. എനിക്കിങ്ങനൊരു, അതായത് കാല് നനയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു റെസ്ട്രിക്ഷനാണ്. അത് വെച്ച് നമ്മളിതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അത് നമ്മൾ പറ്റാവുന്ന പോലെ എല്ലാത്തിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് ഉള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ ലിമിറ്റേഷൻസിനെ അത് മാത്രം നോക്കിക്കാണുക. എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ കാണാം. ബൈ ഫ്രണ്ട്സ്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.